ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് നീലിൻ മെസ്സേജൊന്നും അയക്കാത്ത കാരണം കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരെയാണ്. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ജിയാങ് പുറത്തുനിന്നൊരു സൗണ്ട് കേൾക്കുക. എന്താണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അത് ലിന്നായിരിക്കും. അവൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടായിരിക്കും അവിടേക്ക് വന്നിട്ടുണ്ടാവുക. നീ അപ്പം അങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്കൊരു മെസ്സേജ് വരിക. അവൾ എന്താണെന്ന് വിചാരിച്ച് വേഗം നോക്കുമ്പോഴാണ് ലിന്നിൻ്റെ മെസ്സേജ് ആയിരിക്കും. എന്നിട്ട് അവൾ വേഗം പുറത്തേക്ക് പോയി നോക്കും. അപ്പോൾ അവിടെ ലിൻ എത്തിയിട്ടുണ്ടാവും. അവൾ അവളുടെ ജാക്കറ്റൊക്കെ എടുത്തിട്ട് എന്നിട്ട് ലിന്നിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കും. ലിന്നാണെങ്കിൽ അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അവനെ അധിക നേരമൊന്നും വെയിറ്റ് ചെയ്തിരുത്തില്ല. അവൾ വേഗം തന്നെ താഴേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അവൻ്റെ അടുത്ത് അവൾ ദേഷ്യപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ സമയത്ത് അവൻ നടന്ന കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അവൻ അവൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി നിന്നിരുന്നെന്ന് അത് ടൈപ്പ് ചെയ്ത് വെച്ചതൊക്കെ അവൻ കാണിക്കും. പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിപ്പോയി, അത് കാരണം കൊണ്ടാണ് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റാഞ്ഞതെന്നൊക്കെ പറയും. അവളും അത് കാണുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവും. അവൾക്ക് വേണ്ടിയിട്ട് അവൻ ഫയർ വർക്ക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൾ ലേറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് പോവും. ജിയാങ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ജിയാങ് അപ്പോൾ നീയെ ഒന്നുകൂടി പിരികേറ്റാന്ന് വിചാരിച്ചിട്ട് വരും. നീയുടെ അടുത്ത് അവൻ വന്നിട്ട് നീ ഇത്ര പെട്ടെന്ന് ലിനിൻ്റെ അടുത്ത് ക്ഷമിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്നോ എന്നൊക്കെ അവൾ പറയും. അപ്പോൾ ജിയാങ് അങ്ങനെയൊന്നുമല്ല, നിനക്ക് മെസ്സേജ് സെൻഡ് ചെയ്തതല്ലേ, അപ്പോൾ സെൻഡ് ആയോ എന്ന് അവനൊന്നും നോക്കാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവളെ പിരികേറ്റ നോക്കും. പക്ഷേ അവൾ അതൊന്നും കുഴപ്പമില്ല, എന്നാൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം. ജിയാങ്ങിൻ്റെ പ്ലാനൊക്കെ തോറ്റും പോവും. നീ എന്നാലും ജിയാങ് പറഞ്ഞ കാര്യം ഒന്നും കൂടി ആലോചിച്ച് നോക്കുന്നുണ്ടാവും. പക്ഷെ അവൾ അതിലും മേലെ ആലോചിക്കുക ലിന്നിൻ്റെ കാര്യമായിരിക്കും. അവൻ വിഷമിച്ച് നിന്നത്. ലിന്നാണെങ്കിൽ നീ വരില്ലേ എന്ന് വിചാരിച്ച് നിൽക്കായിരിക്കും. അപ്പോഴാണ് അവൾ പുറത്തേക്ക് വരിക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറേ പടക്കമൊക്കെ പൊട്ടിക്കും. പിന്നെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ജിയാങ് ആണെങ്കിൽ ഇതൊക്കെ നോക്കി ദേഷ്യപ്പെടുന്നുണ്ടാവും. എന്നെ കൂട്ടാതെ അവർ പടക്കം പൊട്ടിക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ലിന്നിയെ സന്തോഷിപ്പിക്കാൻ ഇതൊക്കെ ചെയ്തെങ്കിലും അവൻ്റെ മുഖത്ത് അത്ര സന്തോഷമൊന്നും ഉണ്ടാവില്ല. നീ അവനെ നോക്കുന്ന സമയത്താണ് അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുക. ഷങ്സുവിൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയെങ്കിലും അവന് ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ടാണ് അവൻ്റെ മുഖത്ത് വിഷമെന്ന് അവൾക്ക് മനസ്സിലാവും. എന്നിട്ട് അവൾ ഒരു കമ്പിത്തിരി എടുത്ത് കത്തിച്ച് അവന് കൊടുക്കും. എൻ്റെ ദേഷ്യമാറ്റം വന്നതല്ലേ, അതിന് വേണ്ടിയിട്ടൊരു റിവാർഡാണെന്നൊക്കെ പറയും. അവനും അവളടുത്ത് പ്രോമിസ് ചെയ്യും ഇനി ഒരിക്കലും അവളടുത്ത് ഒരു നുണയും പറയില്ല എന്നും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവളടുത്ത് പറയുന്നൊക്കെ. ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ ജിയാങ്ങിന് നല്ല ദേഷ്യമാവും. ലിൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ഇനി ഒരു കാര്യം കൂടി ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ജിയാങ്ങിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് പോവും. എന്നിട്ട് ജിയാങ്ങിനെ വിളിക്കും. എടാ പുറത്ത് വാടാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം അവൻ്റെ ദേഷ്യമൊക്കെ മാറും. അവൻ ഇവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ വരും. പിന്നീട് ലിൻ നേരെ അവൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോയിട്ടുണ്ടാവുക. എന്നിട്ട് അവൻ അവൻ്റെ അമ്മയെ ഹഗ് ചെയ്യും. എന്നിട്ട് അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് നീയുടെ കാര്യം പറയും. അന്ന് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ നീ ഒരിക്കൽ പോലും എന്നെ കാണാൻ വേണ്ടി വന്നില്ല. അവൾ വിളിച്ചിട്ടാണ് ഞാൻ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയത്, പക്ഷെ അവൾ വന്നില്ല. പക്ഷെ അവൾ ഇന്നലെ അങ്ങനെയല്ലായിരുന്നു. അവൾ എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് അവൾ എത്ര വിഷമിച്ചിട്ടാണ് ഓടി വന്നതെന്ന് അറിയോ. എനിക്കിപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടെന്നൊക്കെ അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് പറയും. നീക്ക് ഇപ്പോഴും എന്താ എന്നെ ഡേറ്റിന് വിളിച്ച കാര്യം ഓർമ്മയില്ലാത്തതെന്നായിരിക്കും ലിന്നിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാവുക. അവൻ എന്നിട്ട് റൂമിൽ പോയി വിഷമിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ അവൻ അവൻ്റെ ഫ്രണ്ടിന് കോൾ ചെയ്യും. ആദ്യം നീ ഡേറ്റ് ചെയ്യാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത ഫ്രണ്ടിനായിരിക്കും കോൾ ചെയ്യുന്നുണ്ടാവുക. അവനപ്പോൾ നാട്ടിലുണ്ടാവില്ല. നീ ചൈനയിൽ എത്തിയ അപ്പം തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ലിൻ അവൻ്റെ അടുത്ത് പറയും. പിന്നീട് കാണിക്കുന്നത് ഷങ്സുൻ്റെ അവൻ്റെ ഫ്രണ്ട്സിനെ ആയിരിക്കും. അവരുടെ ലീവൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകണം. ആരാ കെവിൻ്റെ അടുത്ത് നിൽക്കാന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും അവർ. അപ്പോൾ ഷങ്സ് പറയും ഞാൻ തന്നെ നിന്നുകൊണ്ട് ഞാനല്ലേ ഈ സ്ഥലം സജസ്റ്റ് ചെയ്തതെന്ന്. എന്നിട്ട് എല്ലാവരും തിരിച്ചു പോകും. ഷങ്സുവിൻ്റെ അടുത്ത് ക്രഷുള്ള ആ ലേഡിക്ക് അത് കാണുമ്പോൾ വിഷമാവും. അവൾ അവനെ കുറച്ച് നേരം നോക്കി നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് പോവും. പിന്നീട് ഷങ്സു ആണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നീയുടെ കോട്ടേജിക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കായിരിക്കും. അവൻ്റെ ഫ്രണ്ട്സ് മുന്നേ നീനെയും ലിന്നിനെയും കാണുമ്പോൾ അവർ കപ്പിൾസ് ആണെന്നൊന്നും തോന്നണില്ല എന്നൊക്കെ പറഞ്ഞതും പിന്നെ അവൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്ത് നീയുടെ പിന്നാലെ വെറുതെ നടക്കുന്ന ആളാണ് ലിൻ എന്നൊക്കെ പറഞ്ഞതും അവൻ ആലോചിക്കും. എന്നിട്ട് അവൻ വേഗം അവിടെ നിന്ന് അവൻ്റെ ജാക്കറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. അവൻ നേരെ പോയിട്ടുണ്ടാവുക നീയുടെ റൂമിൻ്റെ ഫ്രണ്ടിലേക്കായിരിക്കും. അവിടെ പോയിട്ട് അവൻ കുറേ നേരം അവളെ നോക്കി നിൽക്കും. അവൾക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടാവും. നീയും ലിന്നും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചിട്ട് അത് സെൻഡ് ചെയ്യാൻ നിൽക്കും. പക്ഷെ സെൻഡ് ചെയ്യില്ല. അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഓരോ സമയങ്ങളും അവൻ ആലോചിച്ച് നോക്കും. ഷങ്സ് മുന്നേ ട്യൂഷൻ എടുക്കാൻ പോണ സമയത്ത് നീ അവൻ്റെ അടുത്ത് ഓരോന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ജിയാങ് അതിനൊക്കെ തടയണുണ്ടാവും. അതൊക്കെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അവളെ മിസ് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് കരയണുണ്ടാവും. അവൾക്ക് ആ മെസ്സേജ് അയക്കണമെന്ന് വിചാരിക്കും. പക്ഷെ അവൻ അതിന് സാധിക്കണുണ്ടാവില്ല. പിന്നീട് ലിന്നിൻ്റെ അമ്മയും അച്ഛനും ലിന്നും അവിടെ നിന്ന് പോവായിരിക്കും. അപ്പോൾ അവർ കാറ് പുറത്ത് നിർത്തിയിരിക്കുന്ന കാരണം കൊണ്ട് നീ പോണ ബസ്സിൽ അവരെ കൂടി കയറ്റി ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ അവർ ഓക്കെ പറയും. എന്നിട്ട് നീയും ലിന്നും
എല്ലാവരും ഒരു ബസ്സിലായിരിക്കും പോയിട്ടുണ്ടാവുക. ലിൻ പിന്നിൽ വന്നിരിക്കുമ്പോൾ തന്നെ നീക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും. ജിയാങ് ഇവിടെ എന്താ നടക്കണമെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കും. പിന്നെ അങ്ങനെ എല്ലാവരും പോകേണ്ട സമയമാവും. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് പിരിയാന്ന് പറയും. അങ്ങനെ പിന്നീട് നീ സ്നാക്സ് മേടിക്കാൻ പോകും. പിന്നാലെ ലിന്നും പോവും. ഇത് കാണുമ്പോൾ ജിയാങ്ങിൻ്റെ അമ്മയും അച്ഛനും നിന്ന് പറയുണ്ടാവും, ഇവരെത്ര നല്ല കപ്പിളാണല്ലേ എന്ന്. ജിയാങ് അവർ പിന്നാലെ പോകാൻ നോക്കുമ്പോൾ അവർ പിടിച്ചു നിർത്തണുണ്ടാവും. പിന്നീട് നീയും ലിന്നും തിരിച്ചു വരുമ്പോൾ നീയുടെ അങ്കിളും ആൻറ്റിയും ലിന്നിൻ്റെ അടുത്ത് ചോദിക്കും, നീ ഞങ്ങളുടെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തിട്ട് നിനക്ക് വല്ല പൈസയും തന്നോന്നൊക്കെ. അപ്പോൾ ലിൻ പറയും, പൈസ തന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവൾ മേടിക്കുന്ന എല്ലാ സാധനങ്ങളിലും പൈസ കൊടുക്കണത് ഞാനാണെന്ന്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ചിരിക്കുന്നുണ്ടാവും. പിന്നീട് അവരെല്ലാവരും പിരിയും. എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയും. അങ്ങനെ എല്ലാവരും ബായൊക്കെ പറഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. നീ അടുത്ത ദിവസമാണ് പോണത്. ഷങ്സു നല്ല വിഷമത്തിൽ ഹോസ്പിറ്റലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടേക്ക് ലിന്നും വന്നിട്ടുണ്ടാവും. ലിൻ, ഞാൻ നിൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ ഷങ്സു ആണെങ്കിൽ അവൻ്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറയാം, അവൻ്റെ ഫ്രണ്ടിനെ സഹായിച്ചതിന്. അങ്ങനെ അവർ രണ്ടുപേരും പിരിഞ്ഞു പോവും. നീ പാക്ക് ചെയ്യുമ്പോൾ അവൾക്ക് ആ മഞ്ഞ് പ്രതിമകളെ കൂടി കൊണ്ടുപോകണമെന്നുണ്ടാവും. പക്ഷെ അതെങ്ങനെ കൊണ്ടുപോകാമെന്ന് അവൾ വിചാരിക്കും. എന്നിട്ട് അവൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. അതുകൊണ്ടൊന്നും അവൾക്ക് മതിയാവില്ല. പിന്നെ അവൾ അതിൻ്റെ കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ലിന്നിന് അയച്ചു കൊടുക്കും. ലിൻ എന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ടാവും. നീക്ക് അവൻ്റെ അടുത്ത് ഫീലിങ്സ് ഒന്നും ഇല്ല എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ ഇപ്പോൾ രണ്ടുപേരും കപ്പിൾസിനെ പോലെ. പിന്നീട് ലിൻ അവൻ്റെ മുത്തശ്ശനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അവരുടെ അമ്മയെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കും. ട്രിപ്പിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ടാവും. ലിൻ പോയതിനു ശേഷം മുത്തശ്ശൻ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും എൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇതൊക്കെ ഉള്ളിലിരുന്ന് അവൻ്റെ അങ്കിളും ആൻറ്റിയും കേൾക്കുന്നുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. പിന്നീട് ആ അങ്കിൾ കാണാൻ പോയിട്ടുണ്ടാവുക നീയുടെ അച്ഛനായിരിക്കും. നീയുടെ അച്ഛൻ്റെ കൂടെ ന്യൂ ഇയർ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തെന്നൊക്കെ അവർ സംസാരിക്കും. പിന്നെ അവരുടെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ടാവും. വരാൻ പോണ ലിന്നിൻ്റെ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടാവും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.